ഹലോ ഹായ് നമസ്കാരം. ഞാൻ ഷംനാഥ് തിരുമല. ഞാൻ നെടുമങ്ങാട് KGF ടർഫിൽ എബോ 35ൻ്റെ ടൂർണമെൻറ്റ് കളിക്കാനായിട്ട് വന്നതാണ്. അങ്ങനെ നമ്മുടെ ടീമിൻ്റെ കളിയും കഴിഞ്ഞ് നമ്മൾ നേരെ പുറത്ത് വന്നിരുന്ന് വേറൊരു ടീമിൻ്റെ കളി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രീകാന്ത് വന്നിട്ട് കുറച്ച് തമാശയൊക്കെ പറഞ്ഞ് അവനെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ അവിടെ ഒരു കൂട്ടുകാരൻ വന്നിട്ട് പറഞ്ഞ് തൊട്ടടുത്ത് ഒരു ഭദ്രകാളി ക്ഷേത്ര ഉത്സവമായിരുന്നു അവിടെ KGF ടർഫിൻ്റെ തൊട്ടടുത്ത്. അപ്പോൾ എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാൻ പോകാനുള്ള ഉച്ചഭക്ഷണം കഴിക്കാൻ പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഉച്ചഭക്ഷണം കഴിക്കാനായിട്ട് KGF ടർഫിൻ്റെ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയായിരുന്നു. അവിടുത്തെ സദ്യ എൻ്റെ പൊന്നു മോനെ ഒരു രക്ഷയില്ല, അടിപൊളിയായിരുന്നു സദ്യ. ശിവനാണ് ടൂർണമെൻറ്റ് വയ്ക്കുന്നത്. അപ്പോൾ ഭക്ഷണം, ജേഴ്സി ഇതെല്ലാം സംഘാടകരാണ് നമുക്ക് തരുന്നത്. ഒരു 10-15 മിനിറ്റ് ലേറ്റായപ്പോഴത്തേക്ക് നമുക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി എന്ത് ചെയ്തു, സദ്യ കഴിച്ചിട്ട് കുറേ നാളായി. അങ്ങനെ സദ്യ കഴിക്കാനായിട്ട് ഭദ്രകാളി ക്ഷേത്രത്തിൽ സദ്യ കഴിക്കാനായിട്ട് ഇറങ്ങിയ സമയത്ത് നമ്മുടെ തിരുമലയുള്ള സഞ്ജുവിൻ്റെ കസിൻ ബ്രദറായ പ്രണവിനെ കണ്ടായിരുന്നു. പ്രണവ് ഈ നാട്ടുകാരനാണ്, ഈ അമ്പല കമ്മിറ്റിയിലുള്ള ആളുമാണ്. അപ്പോൾ ഈ അമ്പലത്തിനെക്കുറിച്ചും ബാക്കി ഡീറ്റെയിലും എല്ലാം പ്രണവ് നമ്മളോട് പറയുകയുണ്ടായി. നല്ല അടിപൊളി അമ്പലമാണ്, ഒരു രക്ഷയില്ല, വിളിച്ചാൽ വിളി കേൾക്കുന്ന അമ്പലമാണ്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിട്ട് നെടുമങ്ങാട് നമ്മുടെ കൊങ്ങണം എന്ന് പറയുന്ന ജംഗ്ഷനിൽ തന്നെ ബസ് ഇറങ്ങി റൈറ്റ് സൈഡിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാം. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറുന്ന സമയത്ത് നല്ല തിരക്കായിരുന്നു, ഒരു രക്ഷയില്ല. ആൾക്കാരെല്ലാം ലൈനിൽ നിന്നാണ് കയറുന്നത്. എന്നാലും ഞങ്ങൾ ഇടിച്ചകത്ത് കയറിയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്ത് രോഹിത് ആറ്റിങ്ങിലുണ്ടായിരുന്നു, ഗെയിൽ കുട്ടപ്പനുണ്ടായിരുന്നു, വൈശാഖ് തെറി ബേബി ഉണ്ടായിരുന്നു, സന്തോഷ് മെഡിക്കൽ കോളേജ് ഉണ്ടായിരുന്നു, പിന്നെ ഞാനുണ്ടായിരുന്നു. എല്ലാം കളിക്കാനുള്ള ഏകദേശപ്പെട്ട പ്ലേയേഴ്സ് മൊത്തം അമ്പലത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഇതായിരുന്നു അമ്പലത്തിൻ്റെ ഊട്ടുപുര, ഒരു രക്ഷയില്ല, നല്ല തിരക്കായിരുന്നു. സന്തോഷം, നീ ഇല ഡെയിലി പോലെ ആക്കിയല്ലേ അളിയാ? നിനക്ക് ചോറ് കറിയൊന്നും തന്നില്ലേ? എല്ലാം വളരെ പെട്ടെന്ന് തീർന്നു. കണ്ണു വയ്ക്കാതെ രോഹിത്തെ ഇല ടൈലി പോലെ ആക്കി. അത് കഴിഞ്ഞ് പുറത്ത് നോക്കുമ്പോഴത്തേക്ക് കൈ കഴുകുന്ന സ്ഥലത്ത് സൂര്യ മെയിൻ അമ്പേഴ്സ് 2 പേര് ഇവിടെ ഉണ്ട്, കൈ കഴുകുന്നിടത്ത് തള്ളുന്നു കൈ കഴുകാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് ഗെയിൽ കുട്ടപ്പനും ബാക്കിയുള്ളവരും എല്ലാവരും കൂടി മണിയും എല്ലാവരും കൂടി തള്ളുന്നത് ഊണ് കഴിക്കാൻ കയറാനായിട്ട്. ഒരു രക്ഷയില്ല മോനെ, നല്ല തിരക്ക്. സന്തോഷമാണെങ്കിൽ ഒരു രക്ഷയില്ല, അച്ചാറും തൊടുകറികളും എല്ലാം വഴിച്ച് നക്കി ഇല ടൈല് പോലെ ആക്കി. എന്നിട്ട് കണ്ണ് വിടല്ലടാ മോനെ എന്ന് പറഞ്ഞ് തലയ്ക്കൊഴി ഒഴിച്ചിലാണ് കളിയാക്കി. ഞാനും രോഹിത്തും നമ്മുടെ വിശാഖ് തെറി ബേബിയും ചിത്തുവും അമ്പയർ എല്ലാവരും ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് നമ്മുടെ ടൂർണമെൻറ്റ് കളിക്കാൻ വന്ന എല്ലാവരും വയറ് നിറച്ച് ഭക്ഷണവും കഴിച്ച് അടിപൊളിയായിട്ട് പിരിഞ്ഞ് ഞാനും കഴിച്ചായിരുന്നു സദ്യ, ഒരു രക്ഷയില്ല. 2 കൂട്ടം പായസവും കൂട്ടി അടിപൊളിയായിട്ട് കഴിച്ച്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഗ്രൗണ്ടിലോട്ട് എത്തിയപ്പോൾ ആദ്യം കണ്ട കുട്ടപ്പനെയാണ്. കുട്ടപ്പൻ പറയും, കുട്ടപ്പ സദ്യ എങ്ങനെയുണ്ട്? ഒരു രക്ഷയില്ല, സൂപ്പറല്ലേ? 2 കൂട്ടം പായസവും ഞങ്ങളവിടെ ഏറ്റവും ഉണ്ട്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ടല്ലേ, നല്ല അടിപൊളിയായിരുന്നു. കഴിച്ചത് ആവശ്യം പോലെ തരുകയും ചെയ്യും. ചെറിയ അമ്പലം നീ കണ്ട മോളിൽ കയറി ഒന്നിച്ച് വൈബ് അമ്പലം സത്യമായിട്ടാണ് ഞാൻ കാണിച്ചുതരാം, വീഡിയോ ഉണ്ടല്ലേ. സദ്യ സെറ്റ് ഊണല്ലേ, ഒരു രക്ഷയില്ലേ അല്ലേ? ഇതാണ് ആ അമ്പലം. ഞാൻ ആ പടിക്കെട്ട് കയറി, 10-12ഓളം പടിക്കെട്ടുണ്ട്. പക്ഷേ ഒരു കാട്ടിൻ്റെ ഉള്ളിലുള്ള ഒരു ചെറിയൊരു അമ്പലം, എന്ത് ഐശ്വര്യമാണെന്നറിയാം അമ്പലം കാണാൻ വേണ്ടിയിട്ട്, ഒരു രക്ഷയില്ല. നിങ്ങളും കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മറക്കണ്ട, നെടുമങ്ങാട് കൊങ്ങണം ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് ശ്രീ ഭദ്രകാളി ക്ഷേത്രം ചോദിച്ചാൽ മതി. ഈ സ്ഥലത്തിൻ്റെ പേരിൽ തന്നെയാണ് ഈ ഭഗവതി ക്ഷേത്രം അറിയപ്പെടുന്നത്. കൊങ്ങണം ജംഗ്ഷനിലാണ് ഈ ഭഗവതി ക്ഷേത്രം ഇരിക്കുന്നത്. വിളിച്ചാൽ വിളി കേൾക്കുന്ന അമ്പലമാണെന്നാണ് സഞ്ജുവിൻ്റെ ബ്രദറായ പ്രണവ് പറഞ്ഞത്. പ്രതിഷ്ഠാ മഹോത്സവമായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു. പഴയ രീതിയിലുള്ള കളിപ്പാട്ടങ്ങളെല്ലാം ഇവിടെ അവൈലബിൾ ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു, നല്ല വൈബും ആയിരുന്നു. ഒരു ലൊക്കേഷൻ മറക്കണ്ട, കൊങ്ങണം ജംഗ്ഷനിൽ തന്നെയാണ് അമ്പലം ഉള്ളത്.